വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് നാസ്ഡാക്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്നത്തെ ടൈം ഇൻ ചിക്കാഗോ 1:52 PM. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ചാർട്ട്. ഇപ്പോൾ ഇവിടെ സമയത്തിനായി 13:52 സെയിം ടൈം ആണല്ലോ ഇവിടെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ ആർക്കും. അപ്പം ഇതിപ്പം ലൈവ് മാർക്കറ്റാണ്. നമ്മളൊരു എൻട്രും കൂടെ അടിച്ച് ചെയ്യുമ്പോൾ 1:52 ജൂലൈ 29 ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്താണ് നമ്മളിവിടെ ഈ ലൈവ് മാർക്കറ്റിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു കൺസിസ്റ്റൻറ്റ് റാലി മുകളിലേക്ക് നടത്തിയതിനു ശേഷം പ്രൈസ് താഴേക്ക് വരുവാണ്. ഇവിടെ എന്തെങ്കിലും പുൾ ബാക്കോ എന്തെങ്കിലും കാണുന്നുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ട്. സോ ദാറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് ബീങ് ഫിൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ. സോ ഇവിടെ വന്നു, പ്രൈസ് വന്നു. ഇവിടെ ഒരു 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് നോട്ട് ടേക്കൻ അല്ലേ? അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇതൊരു 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഇതിൻ്റെ 50% റേഞ്ചാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമ്മളവിടെ എൻട്രി എടുക്കാൻ പോകുന്ന ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും. പക്ഷേ നമ്മളവിടെ പ്രൈസ് ഹോൾഡ് ചെയ്യുമോ എന്ന് നമുക്കറിയണ്ടേ? പ്രൈസ് ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതാണ് നമ്മളുടെ ആ ഒരു മിറ്റിഗേഷണൽ കറക്ഷണൽ മൂവ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു മിറ്റിഗേഷണൽ കറക്ഷൻ, അതിൻ്റെ ഒരു കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ വരയ്ക്കാം സിമ്പിളായിട്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവിടെ പ്രൈസ് വന്നു, കറക്ഷൻ വന്നു, മോളി വന്നു, കറക്ഷൻ വന്നു. സോ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. അപ്പോൾ നമുക്കിതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസിൻ്റെ അധികമായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും അല്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് മുമ്പേ തന്നെ പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ ആക്ച്വലി നമ്മൾ എൻട്രി ഇവിടെ വെച്ച് എടുക്കണമായിരുന്നു. ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് നോട്ട് ടേക്കൻ. ഇനിയും പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ ആ വരുന്ന വരവിനായിരിക്കും നമ്മൾ ബൈ എൻട്രിയിലേക്ക് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എനിവേ ലെറ്റ്സ് വെയിറ്റ്. ഇവിടെ വെച്ച് നമുക്ക് എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ പ്രൈസ് ഓൾമോസ്റ്റ് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. സോ ഈ പ്രൈസ് ആക്ഷൻ നടക്കുന്നത് ഈ ഒരു ഇതിൻ്റെ ബേസിസിലാണ് നടക്കുന്നത്. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നതിനും അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് ആക്ടിവിറ്റി ഹയർ റേഞ്ചിലേക്ക് വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം വോളിയം ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം. വോളിയം ഇവിടെ ഇൻഡ്യൂസ് ചെയ്തു, അതിൻ്റെ താഴെയാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. സെക്കൻഡ് വോളിയം സ്പൈക്ക് ഔട്ട്, അതിൻ്റെ താഴെയാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത വോളിയം സ്പൈക്ക് ഔട്ട്, അതിൻ്റെ താഴെയാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു. വീണ്ടും വോളിയം പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു വോളിയം ക്യാൻഡിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടത് കൊണ്ടും ഇവിടെ ഒരു ടൈപ്പ് ഓഫ് റേഞ്ചിങ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരു റേഞ്ചിങ് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഈ ബോട്ടം സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ബോട്ടം സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രിയിലേക്ക് കിടക്കാം. സോ നമുക്കിവിടെ ഏകദേശം ഒരു എൻട്രി ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് നോക്കാം. അതുവരെ നമുക്ക്, ബിക്കോസ് ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് അതിൻ്റെ ഒരു കറക്ഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് പ്രൈസ് ആക്ഷൻ വരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. പിന്നെ അതുമല്ല, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, പ്രൈസ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് വാട്ട്. സോ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. സോ അതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഈ റേഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെ നമ്മൾ എൻട്രിക്ക് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം നോക്കേണ്ടത്? സോ വോളിയം കൺഫർമേഷനിലേക്ക് നോക്കുക, പുൾ ബാക്കിലേക്ക് നോക്കുക. പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടം പോലെ ഇവിടെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുൾ ബാക്കിൻ്റെ കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. പുൾ ബാക്ക് ഡീറ്റെയിലിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അത് വീണ്ടും ഞാൻ പറയണ്ടായല്ലോ. അപ്പം അത് കിടപ്പുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ പുൾ ബാക്കിൻ്റെ സൈഡിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ യു വിൽ ബി ലുക്കിംഗ് ഫോർ ബൈ ആൻഡ് സെൽ, ബിക്കോസ് മാർക്കറ്റിൻ്റെ ആദ്യമായിട്ടുള്ള ഡയറക്ഷൻ പുൾ ബാക്ക് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും മുകളിലേക്ക് പോകുന്നത്. മൊമെൻറ്റം സ്ട്രാറ്റജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം. സോ ഈ ഒരു ലോ മാർക്കറ്റ് എടുക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ലോ എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിൽ വന്നതിന് ശേഷം പ്രൈസ് ആക്ഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പം അതിനൊപ്പം തന്നെ ഇവിടെ നമ്മളുടെ എന്താണ് വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ നമുക്ക് നോക്കാം. സോ ഹയർ ദ പോസിബിലിറ്റി മാർക്കറ്റ് യു ടേൺ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടം വരെയും കയറി വരാനുള്ള ചാൻസ് മാർക്കറ്റുണ്ട്. സോ ലോ എടുത്തു. സോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു എൻട്രി എടുക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ലോങ് എൻട്രി. ഈ റെഡ് ലൈനാണ് നമ്മുടെ ലോങ് ആയിട്ടുള്ള എൻട്രി. ഓക്കെ. സോ ആക്ച്വലി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതലാണ്, ബിക്കോസ് ഈ ആക്ടിവിറ്റി ഇവിടെ വന്നിട്ട് എന്താണെങ്കിലും പ്രൈസ് ആക്ടിവിറ്റി നമുക്ക് കിട്ടും. സോ ഇവിടം വരെ തിരിച്ച് മാർക്കറ്റ് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എത്ര പോയിൻ്റ് ഉണ്ട്? നമുക്കൊരു ചെറിയ ടാർഗറ്റ് മതി. ഇന്ന് 96 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അത്രയും വേണ്ട. നമുക്കൊരു ഈ ഒരു
സപ്ലൈയുടെ ഏരിയ വരെ മതി. സോ നമ്മളുടെ എന്താണ് 32 പോയിൻ്റാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഫൈനൽ എൻട്രി. നൗ കമ്മിങ് ബാക്ക് ടു ഇവിടെ നമ്മളുടെ 3 മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ വെച്ച് നമ്മൾ എൻട്രി ഇപ്പോൾ ഇവിടെ എടുത്തോളൂ. സോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ലൈനിൻ്റെ ആവശ്യമില്ല, കാരണം ലൈൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ആയിരിക്കും. സോ ആ ലൈൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഈ ലൈനകത്ത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയയിലെ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ എൻട്രി ഇസ് ഡൺ. സ്മോൾ ടാർജറ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം എൻട്രി പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് കാണുന്നത് അതൊന്നും ആലോചിക്കുക. സി ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേന് ഇവിടെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, ഇവിടെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മളിവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ പോലും അത് നമുക്കൊരു പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് കാണിച്ചു. ഇവിടെ കണ്ടോ ഈ ഒരു സംഭവം നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ. സോ എന്താണ് കാണിച്ചിരിക്കുന്നത്? എ ലോ ഇസ് മെയ്ഡ്, എ ഹൈ ഇസ് മെയ്ഡ്. റെഡ് ക്യാൻഡിൽ ഇത് ഗ്രീൻ ക്യാൻഡിൽ ലോ ഇസ് മെയ്ഡ്, റെഡ് ക്യാൻഡിൽ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് പർട്ടിക്കുലർ റെഡ് ക്യാൻഡിൽ ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഗ്രീൻ ക്യാൻഡിൽ ആൻഡ് ടോട്ടൽ ഇത് പ്രൈസ് അതിൻ്റെ ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് വാട്ടർ. അതിൻ്റെ ഒപ്പം തന്നെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ഇനി പ്രൈസ് മുകളിലേക്ക് പോകണം. ഇതല്ലേ നമ്മുടെ കൺസെപ്റ്റ്. അതാണ് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി സെയിം ആക്ടിവിറ്റി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? കൺസോളിഡേഷൻ. സോ കൺസോളിഡേഷൻ ആൻഡ് ദ ലിക്വിഡിറ്റി റൺ. അപ്പോൾ അതിനുശേഷം പ്രൈസ് മാനിപ്പുലേഷൻ, ദെൻ ഇവഞ്ച്വലി ഇതിൻ്റെ പ്രൈസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് phase 3. നമ്മൾ സ്കിമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 6 ഓഫ് ദ വീഡിയോ ആണിത്. അതിനെ പാർട്ട് 1 ഓഫ് ദ വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം കൺസെപ്റ്റ് നമ്മളിവിടെ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻട്രി എടുക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ കാര്യങ്ങൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കൺസേൺ. ഓക്കെ, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറച്ച് നേരം പോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മൊമെൻറ്റം ഇസ് ഗെയിനിങ് മാർക്കറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് മാർക്കറ്റിലെ ചാർട്ട് നമ്മളെ കാണിക്കുന്നത്? ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ എൻട്രിക്ക് വേണ്ടി എടുക്കുന്നു. ആ കറക്റ്റ് സമയത്ത് നമ്മൾ എക്സിറ്റ് ആവുന്നു. നമ്മുടെ ടാർഗറ്റ് സ്മോൾ ടാർഗറ്റ് നമ്മുടെ പ്ലാൻ എന്താണോ അത് വർക്കൗട്ട് ചെയ്യുന്നു. കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടാർഗറ്റ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ പോസ് ചെയ്യാം. ഇപ്പം ടൈമിങ് ചിക്കാഗോ 1:52 PM. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 14:07 കണ്ടോ? ലൈവ് മാർക്കറ്റാണ് ഇത് കണ്ടോ? ഇൻഡെക്സ് മാർക്കറ്റ് ഓപ്പൺ റിയൽ ടൈം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ പോസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഈസ് ഗെയിനിങ് മൊമെൻറ്റം. നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോഴും പ്രോഫിറ്റബിൾ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എൻട്രി ലെവലിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 35ഓളം പോയിട്ട് കയറി കണ്ടോ? അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഈസ് ഈസി, ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ട്രേഡിംഗ് സിമ്പിൾ പ്രോസസ്സ് ആകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം മാർക്കറ്റിനകത്ത് കാണണം? നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 178 വീഡിയോസായി ഇപ്പം. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചാർട്ടിൽ ആ സംഭവങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ പോകത്തില്ല. സോ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ മാർക്കറ്റ് ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കുന്നു. മനസ്സിലായി? ഇപ്പോൾ ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് താഴോട്ട് വന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിക്കോസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രീം കേസിൽ ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ 3 ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം അല്ലേ? ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ നാച്ചുറലി എവരിബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഹിയർ സംവെയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിങ് അവിടെ കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഇട്ടച്ചു പോകും. അതാണ് അതിൻ്റെ കാര്യം. സോ ഇതാണ് പറയുന്നത്, മാർക്കറ്റ് ഒരു ഇമോഷണൽ ഗെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പല രീതികളിലുള്ള ആക്ടിവിറ്റീസ് കാണിക്കും. ആ ആക്ടിവിറ്റീസ് കാണിക്കുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം എന്താണ് പ്രൈസ് മാനിപ്പുലേഷൻ, എന്താണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി അല്ലേ, എന്താണ് പുൾ ബാക്ക്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് അല്ലേ, മൊമെൻറ്റം എന്താണ്, മൊമെൻറ്റം സ്ട്രാറ്റജി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്റ്റീവ് മൂവ് എങ്ങോട്ടാണ്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വിത്ത് റെസ്പെക്ട് ടു വോളിയം ക്ലബ് ചെയ്തിട്ട് പ്രൈസ് റീഡിങ് നമ്മുടെ ഏകദേശം കറക്റ്റ് ആയിരിക്കണം.
അപ്പോൾ വോളിയം ക്ലബ് ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ നമ്മളെന്താണ് ഇൻക്രീസ്ഡ് വോളിയം ഇവിടുന്ന് പ്രൈസ് എന്താണെങ്കിലും മുകളിലോട്ട് പോയല്ലോ. സോ ഇറ്റ്സ് എ ബൈയിങ് ആക്ടിവിറ്റി അല്ലേ. അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുവാണല്ലോ. എന്തുകൊണ്ടാണ്? സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി ക്ലോസിങ് ഔട്ട് ദെയർ ലൂസിങ് പൊസിഷൻസ് വിത്ത് ദ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് അത് അവർക്ക് ആ ലൂസിങ് പൊസിഷൻസ് വിൽ ബി ക്ലോസിങ് ഔട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ കൺസെപ്റ്റ് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് സിംപ്ലി ഇത് മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് ഡയറക്ഷണൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നൊരു വീഡിയോ ഇതിന് ഒത്തിരി നാൾ മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്ലോസിങ് ഔട്ട് ലൂസിങ് പൊസിഷൻ എന്നുള്ളത്. അതൊരു ബ്രോഡായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടില്ല. ബിക്കോസ് അതെന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റുകൾ നമ്മൾ സ്ലോലി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മാർക്കറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാകണ്ടേ. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് വന്നില്ല. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വോളിയം ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തുകൊണ്ട് മാർക്കറ്റ് വന്നില്ല എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. മാർക്കറ്റ് വരത്തില്ല. ബിക്കോസ് മാർക്കറ്റ് വരാത്തതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ താഴോട്ട് വന്നപ്പോൾ തന്നെ ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിങ് സോണാണ്. ആ ഡിസ്കൗണ്ടഡ് പ്രൈസിങ് സോണിൽ മാർക്കറ്റ് എത്തിയപ്പോൾ മാർക്കറ്റ് ഈസ് ഷോയിങ് യു സം എന്താ പറയുന്നത്, ഒരു മാർക്കറ്റിനെ ഒരു ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി. തിരിച്ച് കയറിപ്പോൾ ഒരു സർട്ടൻ ഫുട് പ്രിൻറ്റ്സ് അവിടെ നമുക്ക് കാണിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ആ കാണിക്കുന്ന ഫുട് പ്രിൻറ്റ്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഒപ്പം മൂവ് ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് ഒപ്പം പ്രൈസ് ഒന്ന് താഴെ ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മറ്റേ ഇന്നസെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഇട്ട് നമ്മൾ ഇരിക്കണമെന്ന് പറയത്തില്ലേ, അത് നമ്മൾ ചുമ്മാ കല്ല് പോലെ ഇരിക്കുക എന്നുള്ളതല്ല. വേറാസ് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ മൂവ് അറിയാമെങ്കിൽ യു ക്യാൻ സിറ്റ് ലൈക്ക് ദാറ്റ്. ഞാനിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പം എക്സ്പ്ലെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. എൻട്രി എടുത്ത് വെച്ചിരിക്കുക. എങ്ങനെയാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് എല്ലാ മൂവ്മെൻറ്റ് കാണുമ്പോഴും ഞാനും അതിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വട്ടം കറക്കണ്ടേ, അല്ലെങ്കിൽ ചാടി നടക്കണ്ടേ? അത് അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം ഇന്നത്തെ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സൈസ് ഇച്ചിരി കൂടുതലാണ്. ബട്ട് ഈവൻ ദെൻ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനില്ല. എന്തുകൊണ്ട് ടെൻഷനില്ല? ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്നുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവനും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺലി തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു കോറിലേറ്റ് ഓൾ ദോസ് തിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് അല്ലേ. കോറിലേറ്റ് ചെയ്യുക, എല്ലാ സംഭവങ്ങളുമായിട്ട് ക്ലബ് ചെയ്ത് റീഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് പാരലൈസിസ് ആക്കുക എന്നുള്ളതല്ല. സർട്ടൻ മൂവ്മെൻറ്റ്, മാർക്കറ്റിൻ്റെ പുൾ ബാക്കിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ കാര്യം. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. എന്ത് പറ്റി? ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ഡയറക്ഷൻ ഓഫ് പുൾ ബാക്ക് അല്ലേ. ആ പുൾ ബാക്ക് മേ ബി എഗെയിൻ മാർക്കറ്റ് വിൽ കം ബാക്ക് ആൻഡ് സ്വീപ്പ് ആൻഡ് ഗോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് മാർക്കറ്റ് ആ ഒരു പ്രശ്നമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച്. ബിക്കോസ് മാർക്കറ്റ് ഈസ് ഷോയിങ് യു ദ ക്ലിയർ ഡയറക്ഷൻ. എഗെയിൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ മൈനർ പ്രൈസ് ആക്ഷൻ, വീണ്ടും ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ? ലോ ഈസ് മെയ്ഡ് നമ്മളുടെ ആ ലിറ്റിൽ സോങ് ഇവിടെ പാടുന്നുണ്ട് അല്ലേ. ഈ ലിറ്റിൽ സോങ് എന്ന് പറയുന്നത് എന്താണ്? ലിറ്റിൽ സോങ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു പ്ലേലിസ്റ്റിനകത്ത് പോയി നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഡീകോഡിംഗ് സീരീസ് 1 to 20 എന്നൊരു സീരീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസിനകത്ത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഇതെന്നുള്ളത്, ലിറ്റിൽ സോങ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് കാണുക, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ. അപ്പം അത് കാണുമ്പം അതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടുമല്ലോ, ഇതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടുമല്ലോ. ഇവിടെ ഒരു റേഞ്ച് ബൗണ്ട് സെനാരിയോ ക്രിയേറ്റ് ചെയ്തോ ഇല്ലയോ, അതിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്തോ വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ് ഇവിടുത്തെ നമ്മളുടെ ആക്ടിവിറ്റി പ്രകാരം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 ഇതിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് 6 ഓഫ് ദ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പോലും നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു നമ്പർ ഓഫ് ഈ ഒരു ബോക്സ് ഇവിടെ ഡ്രോ ചെയ്ത് നോക്കുവാണെങ്കിൽ അല്ലേ, ഇവിടെ ഈ ഒരു ബോക്സ് നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ബോക്സിനകത്തെ ആക്ടിവിറ്റി എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ആ ബോക്സിനകത്തെ ആക്ടിവിറ്റി ബോത്ത് സൈഡ് സ്വീപ്പ് ചെയ്തു. അപ്പം ഒരു മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി. പ്രൈസ് മാനിപ്പുലേഷൻ നമ്മൾ എക്സാക്ട്ലി റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ നമ്മൾ പ്രൈസ് മാനിപ്പുലേഷൻ റീഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ പ്രൈസ് മാനിപ്പുലേഷൻ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എക്സ്പാൻഷൻ, കൺസോളിഡേഷൻ ആൻഡ് ദ പ്രൈസ് ഈസ് കമ്മിങ് ഔട്ട് അല്ലേ, കമ്മിങ് ഡൗൺ. മിറ്റിഗേറ്റ് ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൻ്റെ വോളിയം വെച്ച് നമ്മൾ റീഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്കറിയാം ഏകദേശം പ്രൈസ് ഇവിടെ വരുമെന്ന്. പക്ഷേ നമ്മളങ്ങനെ പ്രൈസ് ഏകദേശം അവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും എന്ത് സംഭവിച്ചു?
ഇവിടെ നമുക്ക് കയറി ചുമ്മാ എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ നമ്മൾ നോക്കി ഏകദേശം 60 പോയിൻറ്റോളം നമുക്ക് ഡയറക്ഷൻ കറക്റ്റ് കിട്ടും. സോ നമ്മളുടെ മാർക്കറ്റ് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡിലേക്ക് വന്നതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ, ഈ 3 മിനിറ്റിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ, സോ നമുക്ക് ആ ക്യാൻഡിലിൻ്റെ സൈസ്, പൊസിഷൻ ഇതെല്ലാം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ 1 മിനിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ ഇവിടെ തൊട്ട് ഈ റെഡ് ക്യാൻഡിൽ തൊട്ട് ഈ ക്യാൻഡിൽ വരെയും ഒരു സിംഗിൾ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടന എന്താണെന്നുള്ളത് നമ്മളുടെ ഇതിനകത്ത് മാർക്കറ്റിൻ്റെ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് റീഡിങ്ങിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ബിക്കം ആൻ എക്സ്പെർട്ട് ഇൻ റീഡിങ് ക്യാൻഡിൽ സ്റ്റിക്സ്, എ സ്കിൽ നെവർ എക്സ്പ്ലെയിൻഡ് ബൈ എനിബഡി. ദിസ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. കമൻറ്റ് ഇറ്റ്. എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത്? ഐ ആം പ്രൗഡ് ഓഫ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ എന്ന് എഴുതുക, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ വരെ അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമ്മൾ നോക്കുക. 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താണ് സംഭവം? ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിരിക്കുമ്പോൾ പോലെയാണ് ഇൻക്രീസ്ഡ് വോളിയത്തിൽ സെല്ലിങ് വന്നിരിക്കുന്നു അല്ലേ. കളർ ഗ്രീനാണ്, പക്ഷേ ഇൻക്രീസ്ഡ് വോളിയം അവിടെ വന്നിരിക്കുന്നു അല്ലേ. സോ creating a pullback with increased volume is a sign of buying എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. ബിക്കോസ് പുൾ ബാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ആക്ച്വലി പുൾ ബാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? പുൾ ബാക്ക് എന്ന് പറയുന്നത് പ്രൈസ് താഴോട്ട് വരുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ മീൻസ് അതിൻ്റെ കറക്ഷണൽ മൂവിന് പിന്നെയും പ്രൈസ് ഡീവിയേഷന് പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് പ്രൈസ് മുകളിലേക്ക് പോകേണ്ട മാർക്കറ്റ് താഴേക്ക് പുൾ ബാക്ക് വരുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയം നടക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് പർപ്പസ് ഇസ് ഫുൾഫിൽഡ്. മനസ്സിലായോ? എന്ത് പർപ്പസാണ്? ആത്യന്തികമായിട്ടുള്ള ഇവിടുത്തെ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് എന്താണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ്? ഇറ്റ് ഹാസ് ടു ഗോ ഹയർ അല്ലേ. അപ്പം ഹയർ എന്ന് പറയുമ്പോഴത്തേനും താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഐ വാണ്ട് ടു ഗ്യാദർ ഇറ്റ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അറ്റ് ചീപ്പർ റേറ്റ് വേണം. അപ്പോൾ ചീപ്പർ റേറ്റ് വരുമ്പം ഐ വിൽ ഷോ യു എ ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലേ. ആൻഡ് യു വിൽ ബി വറീഡ് ആൻഡ് യു വിൽ ബി സെല്ലിങ്. ആൻഡ് ഇവിടുത്തെ ഈ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട്, പ്രൈസ് ആക്ടിവിറ്റി കണ്ടുകൊണ്ട് ജോയിൻ ചെയ്ത എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് കാണുമ്പോഴത്തേനും അവിടെ അത് ട്രിഗർ ചെയ്തിരിക്കും. ഇവിടെ കിട്ടിയോ? അപ്പം ഇങ്ങനത്തെ ഡയറക്ഷണൽ മൂവ്മെൻറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൻ്റെ. അപ്പം എന്താണ് വോളിയത്തിനകത്ത് ഒരു അഡീഷണൽ പോയിന്റ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? 3 ക്യാൻഡിൽ ഓർ 4 ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം വിത്ത് എ സെല്ലിംഗ് പുൾ ബാക്ക് ഈസ് എ സൈൻ ഓഫ് അപ് ട്രെൻഡ്. ഇത് സൈൻ ഓഫ് അപ് ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ കയറി നമ്മൾ തെരുതരെ എൻട്രി എടുക്കുക എന്നുള്ളതല്ലേ. എൻട്രി പോയി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എവിടെയാണ് ഏത് എൻട്രി പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഓൾറെഡി പല വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. സോ എൻട്രി ക്യാൻഡിൽ കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ എല്ലാ പ്രൈസ് മാനിപ്പുലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻട്രി ക്യാൻഡിൽ കൃത്യമായിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ, എൻട്രി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റായി പോകും. ബിക്കോസ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് യു ഷുഡ് ബി ടേക്കിംഗ് ആൻ എൻട്രി ഫ്രം എ ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ. ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിലായിരിക്കും അല്ലേ. റെഡ് ക്യാൻഡിലാണ് ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് യു വിൽ ബി ടേക്കിംഗ് എൻട്രി ഫ്രം എ റെഡ് ക്യാൻഡിൽ മീൻസ് പ്രൈസ് ഈസ് ട്രേഡിംഗ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണല്ലോ. പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഡിസ്കൗണ്ടഡ് പ്രൈസിങ്ങിലാണല്ലോ. സോ യു വിൽ ബി ടേക്കിംഗ് ആൻ എൻട്രി ആഫ്റ്റർ ദ പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് കംപ്ലീറ്റഡ്. പ്രൈസ് മാനിപ്പുലേഷൻ തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ എൻട്രി ലെവലിലേക്ക് നമ്മൾ നോക്കുന്നത് ആണല്ലോ. പ്രൈസ് മാനിപ്പുലേഷൻ തീരുന്നത്. സോ ഓൺ ദ ഫോർത്ത് ലെഗ് ലോ ഈസ് ടേക്കൻ, ലോ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് മെയ്ഡ് ആൻഡ് ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, പ്രൈസ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ആ ലോജിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോജിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്തായിരിക്കും? ഡിസ്കൗണ്ടഡ് പ്രൈസിങ്ങിലേക്കാണ് നമ്മുടെ തോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ റെഡ് ക്യാൻഡിലിൽ എൻട്രി, യു ബൈ ഓൺ എ റെഡ് ക്യാൻഡിൽ, സെൽ ഓൺ എ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് അതാണ്. എന്നാലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. ദാറ്റ്സ് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് അല്ലേ. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പം ഇനി കുറച്ച് നേരം നമുക്ക് നോക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്ത് കളയാം. എനിവേ ഇവിടെ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. റിവൈസ്ഡ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ അതുവരെ മാർക്കറ്റ് എന്തെങ്കിലും ചെയ്യട്ടെ. കിട്ടിയാൽ നമ്മൾ ഇത് നോക്കും. ബിക്കോസ് നമ്മുടെ എൻട്രി ഈസ് റൈറ്റ്. അത് നമ്മൾ ഓൾറെഡി മാർക്കറ്റ് കാണിച്ചല്ലോ. ഇനി മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ഒന്നും കൂടെ പോകണം. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ
ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾക്കിനി ഇവിടെ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫ്രാക്റ്റൽ ഡെലിവറി ഓഫ് വോളിയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സ്മോൾ വീഡിയോ ആണെങ്കിൽ പോലും, ലൈവ് വീഡിയോ ആണെങ്കിൽ പോലും, നമ്മൾ മാർക്കറ്റ് സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ മുഴുവനും കാര്യങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഇനി ഈ ഒരു സംഭവത്തിൻ്റെ സെയിം ഇന്നത്തെയാണ് 29 ജൂലൈ. ഇന്നത്തെ ടൈമും ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് നോക്കുക. ചാർട്ടിൽ 2:27 PM സമയം, നാസ്ഡാക്കിൻ്റെ 2:27 PM ഇതുണ്ടോ, 14:27 ഇന്നത്തെ ഡേറ്റ് എന്നാണ്, മൺഡേ 29 ജൂലൈ. അപ്പോൾ ആ സമയത്തെ ഡേറ്റിൽ എക്സാക്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ വന്നാക്കുന്നത്, ഞാൻ ലൈവിൽ എങ്ങനെയാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലോജിക് എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഓൾറെഡി പറഞ്ഞു. സോ നമ്മുടെ ടാർഗറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാർഗറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഈ കറക്റ്റ് ചാർട്ടിൽ ഈ 1 മിനിറ്റും 3 മിനിറ്റും വന്നിട്ട് നമ്മൾ നോക്കുക. പ്ലസ് അഡീഷണൽ കോൺഫ്ലുവൻസസ് 1 അവറിൻ്റെ ചാർട്ടിൽ പോയിട്ട് 45 മിനിറ്റ്സോ 1 അവറിനകത്തോ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്തെല്ലാം കോൺഫ്ലുവൻസസ് ആണ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കുക. അതിനുശേഷം ഇത് ചെയ്യുക. അപ്പോൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്ച്വലി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോയെ പറ്റിയിട്ടുള്ള എല്ലാം ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വാച്ച് ദ എൻ്റയർ ലെസൺസ് മൾട്ടിപ്പിൾ ടൈംസ്. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ച് നമുക്ക് ഇൻപുട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തും ഇതിങ്ങനെ ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്തും നമ്മൾ പോകുമ്പം നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഞാനൊരു 300-400 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യും അല്ലേ. നമുക്കിവിടെ എത്രയുണ്ട്, 178 വീഡിയോ ആയിപ്പോൾ. ഒരു വർഷം കഴിഞ്ഞുള്ളൂ നമ്മുടെ ചാനൽ. അപ്പോൾ 178 വീഡിയോ ഇപ്പോൾ തന്നെയായി. 10-200 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ലൈവ് ലോജിക്ക് വരും, മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ മെക്കാനിസത്തിനെ പറ്റിയിട്ടുള്ള ക്ലാസ് വരും, വോളിയത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇനിയും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ വരും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തുള്ള ഇൻപുട്സ് പതുക്കെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ട്രേഡ് പ്ലാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നോക്കാൻ ടാർഗറ്റ് അടിക്ക് വന്നു. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഫൈനലി വി ആർ റീച്ചിങ് ടാർഗറ്റ്. അപ്പം ഓൾമോസ്റ്റ് ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ആകാം. സോ ഇതാണ് നമ്മളുടെ ലോജിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ടാർഗറ്റ് ഓൾറെഡി മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് എത്ര പോയിൻറ്റോളം നമുക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇതാണ് നമ്മുടെ എൻട്രി പോയിൻറ്റ്. ഈ എൻട്രി പോയിൻറ്റിൽ നിന്ന് ഇതാണ് നമ്മളുടെ എക്സിറ്റ് പോയിൻറ്റ്. 62 പോയിൻറ്റോളം നമുക്ക് ടാർഗറ്റ് കിട്ടി. 62 അല്ല, ആക്ച്വലി ഇതിന് മുകളിൽ വന്നു. പക്ഷേ നമ്മളിപ്പോഴാണ് എക്സിറ്റ് അയക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. കൺസെപ്ച്വലി എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ ഫുള്ള് നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തു, ഫൈനലി മീറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇതിനകത്തുനിന്ന് ട്രേഡിൽ നിന്ന് നമ്മൾ ഓൾറെഡി എക്സിറ്റ് ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഇനിയിപ്പം പ്രൈസ് ഗോസ് ടു ദ മൂൺ, നോ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. നമ്മളൊരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്തു, നമ്മളുടെ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി. അപ്പം കഴിഞ്ഞു, ഇന്നത്തെ നമ്മളുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പ്രൈസ് ഗോസ് ടു ദ മൂൺ, നോ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമില്ലത്, മനസ്സിലായി. മേ ബി ഈ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് വരാനുള്ള മാർക്കറ്റിൻ്റെ ആദ്യതയായിട്ട് മേ ബി ഒരൊറ്റ ട്രേഡും കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്യണം, നമുക്ക് താഴോട്ട് ഒരു പിടുത്തം കൂടെ പിടിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. കമൻസൊക്കെ എഴുതുക. ഇപ്പം ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ. നമുക്കിവിടെ ഇതുണ്ടോ, ഇതാണ് നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഈ താഴത്തെ എൻജിനീയർഡ് ലിക്വിഡിറ്റി, ആ ലിക്വിഡിറ്റി റൺ ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നിട്ട് ഇത് ചെയ്തോ, പ്രൈസ് മാനിപ്പുലേഷൻ കാണിച്ചു. അപ്പോൾ നമ്മൾ മൈനർ ടൈം ഫ്രെയിമിൽ ഇവിടെ നോക്കി കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അല്ലേ, ഒരു അൺമിറ്റിഗേറ്റഡ് ഏരിയ. ആ ഏരിയയിൽ വന്നു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം പ്രൈസ് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് സംഭവിച്ചു, പ്രൈസ് മാനിപ്പുലേഷൻ ഫസ്റ്റ് ടൈം കാണിച്ചു, സെക്കൻഡ് ടൈം ഓൾസോ കാണിച്ചു. 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം. ഇതൊരു ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കൂടി പോകാം. ബിക്കോസ് നമ്മൾ ഒരു കാര്യം പഠിക്കുകയല്ലേ, അപ്പോൾ ആ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ
പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുന്നു. സെക്കൻഡ് ടൈം ഓൾസോ ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിന് മുകളിൽ മാർക്കറ്റ് നേരെ തിരിച്ചും കയറിപ്പോയി. സിമ്പിൾ ലോജിക്. എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. പ്രിസിഷൻ എൻട്രി, ഏത് ക്യാൻഡിലാണ് മാർക്കറ്റ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 ഓഫ് ദ വീഡിയോ. അതിൻ്റെ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1. ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ബാക്കി ഇനി ഞാനിവിടെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പാർട്ട് 5 വരെ. ഇത് 6th പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് ലൈവ് ട്രേഡ് കാണിച്ച് ഞാൻ തന്നു. അപ്പോൾ ഈ പാർട്ട് 1 തന്നെ ഞാൻ പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ പ്രശ്നം, അത് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ പറയുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല, ആ പ്രശ്നങ്ങൾ എന്താണ് പറയാൻ ഞാൻ ലൈവ് വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. സെയിം തിങ് ഇന്ന് മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്തു. നമ്മളുടെ ടാർഗറ്റ് അടിച്ചതിന് ശേഷം നേരെ താഴോട്ട് പോയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ വെച്ചില്ല, നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണം മാർക്കറ്റെ റിവേഴ്സൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ട്രേഡും കൂടെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് റൈറ്റിംഗ് യുവർ കമൻറ്റ്സ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു. ആൻഡ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. സീ യു ഇൻ അനദർ വീഡിയോ.